നമുക്കറിയാം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രത്യേകിച്ചും ഗവേണൻസിലും ഒരു പബ്ലിക്കിലേക്കും നമ്മുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒന്ന്, നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റീസ് ദെയർ വിച്ച് ഇസ് വർക്കിംഗ് ഓൺ ദി AI. ഓൺ ദി അതർ സൈഡ് വി ആർ ബിൽഡിംഗ് എ സൊല്യൂഷൻസ് ഓർ ഡിജിറ്റൽ അസറ്റ്സ് വാട്ട് വി കോൾ ഇറ്റ് ആസ് AI. അതിന് പ്രത്യേകിച്ച് നാഷണൽ ലെവലിൽ ഒരു AI ഡ്രിവൺ ആയിട്ട് മാറുമ്പം കേരളത്തിൽ എന്തുമാത്രം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കും അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ നമ്മളിപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു KAI മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചുമ്മാ AI യൂസേഴ്സ് എന്ന് പറയാതെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് എക്സസൈസ് IT മിഷൻ നടത്തി. വെറൻ ദേ കോൾഡ് അപ്പ് ഓൾ 42 or 44 ഡിപ്പാർട്ട്മെൻറ്റ്സ്. അവരോട് ഓരോരുത്തരോടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ AI എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒന്ന് രണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ശബരിമലയിൽ ഇപ്പോൾ നമ്മൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് എത്തുന്ന വഴികളിലെല്ലാം ക്യാമറകളുണ്ട്. ഈ ക്യാമറയിൽ നിന്ന് നമുക്കൊരു ക്യാമറ ഫീഡ് കിട്ടുന്നുണ്ട്. ഈ ക്യാമറ ഫീഡിനെ അനലൈസ് ചെയ്തിട്ട് എത്ര ആൾക്കാർക്ക് ഒരു സമയം പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് കടക്കാം, തിരക്കുണ്ടാവാതെ അല്ലെ സ്റ്റാമ്പേഡ് ഉണ്ടാവാതെ ക്രൗഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് കടക്കാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡലിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. ഈ നമ്പർ താഴെയുള്ള പോലീസ് കൺട്രോൾ റൂം ഇതൊരു നല്ല യൂസ് കേസാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നമുക്ക് ഈ ടാക്സ് എവേഷനെ പറ്റി ഒക്കെ ഉള്ള മോഡലുകൾ ഓൾറെഡി റണ്ണിങ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ക്യാഷ് ഫ്ലോ പ്രഡിക്ഷൻ ആയാലും ക്യാഷ് ഫ്ലോ മാനേജ്മെൻ്റ് ആയാലും ഇത്തരം പല മേഖലകളിൽ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഫൈനാൻസസ് മാനേജ് ചെയ്യാനും ഔട്ട്ലയേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാനും ടാക്സ് ഇവേഡ് ചെയ്യുന്നവരെ കണ്ടെത്താനും ഒക്കെയുള്ള മേഖലകളിൽ നമുക്ക് AI ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് അഗ്രികൾച്ചർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലൈമറ്റ് റെസിലിയൻസ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെതർ പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളത്. പണ്ടൊക്കെ നമ്മൾ തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ വന്നു എന്ന് പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയയില്ല. അപ്പോൾ അവിടെയാണ് ഈ മൈക്രോ വെതർ സ്റ്റേഷൻസ് എന്നൊക്കെ പറയുന്ന, അതായത് കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് ദി ഹ്യൂമിഡിറ്റി. ഇപ്പോൾ ആ സ്ഥലത്തെ താപനില എന്താണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അളന്നുകൊണ്ട് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളിലും വരാൻ പോകുന്ന കാലാവസ്ഥയെ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് വന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 22 ഐഡിയകളെയും സ്റ്റാർട്ടപ്പുകളുമായിട്ട് നമ്മൾ കൂട്ടിമുട്ടിച്ച് അതിൽ നിന്നൊരു സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്ത് 22 POCകൾ ഈ AI ഇൻ ഗവേണൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇത് നമ്മൾ ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡേറ്റ എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും AI എന്ന് പറയുമ്പോഴും നമ്മളിപ്പം സാധാരണ ആൾക്കാർ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ പോകുന്നത് ഒരു അമേരിക്കൻ കമ്പനിയിലേക്കാണ്. ഫേസ്ബുക്കിലേക്കായിരിക്കാം, ഇൻസ്റ്റഗ്രാമിലേക്കായിരിക്കാം, യൂട്യൂബിലേക്കായിരിക്കാം, നെറ്റ്ഫ്ലിക്സിലേക്കായിരിക്കാം, ഗൂഗിളിലേക്കായിരിക്കാം. ഇതെല്ലാം നമ്മൾ നോക്കിയാൽ എല്ലാ അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടാക്കുന്ന AI മോഡൽ ഉപയോഗിക്കാൻ പൈസ കൊടുക്കുന്ന ഒരു ഗതികേടിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ സെറ്റ്സ് ഉണ്ടാവേണ്ട കാലമായി കഴിഞ്ഞു. ഇന്ത്യ AI സമ്മിറ്റ് അതിലേക്കുള്ള ഒരു തുടക്കം കൂടിയായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് കെയർ ഡേറ്റ കേരളത്തിലെ ഒരു വളരെ അമൂല്യമായ ഡേറ്റയാണ്. കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ എന്ന് പറഞ്ഞാൽ വളരെ അമൂല്യമായ ഒരു ഡേറ്റയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ സെറ്റുകളെ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ മുകളിൽ തദ്ദേശീയമായ AI മോഡലുകൾ ബിൽഡ് ചെയ്യാനും കൂടിയുള്ള ഒരു തുടക്കമായിട്ട് ഈ AI സമ്മിറ്റ് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്.